നമസ്കാരം മക്കളെ, നമുക്ക് പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഔ എന്ന സ്വരാക്ഷരമാണ് പഠിച്ചത്. ഇന്ന് നമുക്ക് ഔ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നം പഠിക്കാം. ഓ എന്ന സ്വരാക്ഷരത്തിൻ്റെ ചിഹ്നത്തിനായി നമ്മൾ എയുടെ ചിഹ്നവും ആ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നവുമാണ് ചേർത്തത്. ഓ എന്നാവാനായി എയുടെ ചിഹ്നവും ആയുടെ ചിഹ്നവുമാണ് ചേർത്തത്. ഇനി ഔ എന്ന ശബ്ദം ഒരക്ഷരത്തോടു കൂടെ ചേർന്ന് വരാനായി ഓയുടെ അടുത്ത് എഴുതിയിട്ടുള്ള ഈ ഒരു ചിഹ്നം മാത്രം ഇട്ടാൽ മതി. തായുടെ കൂടെ ഔ എന്ന ശബ്ദം ചേർത്ത് ഉച്ചരിക്കാൻ ഈ ഒരു ചിഹ്നം ചേർക്കുമ്പോൾ എങ്ങനെ ഉച്ചരിക്കാം? തൗ. തൗ പറയൂ, തൗ. പായ എഴുതി ഔ എന്നതിൻ്റെ ഈ ഒരു ചിഹ്നം ചേർത്തപ്പോൾ പൗ. പൗ. തായ് എഴുതി തായുടെ അടുത്ത് ഈ ഒരു ചിഹ്നം ചേർത്തപ്പോൾ ടൗ. ടൗ. മായ എഴുതി മായുടെ അടുത്ത് ഈ ഒരു ചിഹ്നം ചേർത്തപ്പോൾ എങ്ങനെ ഉച്ചരിക്കും? മൗ. മൗ. സാ വരച്ച ശേഷം സായുടെ അടുത്ത് ഈ ഒരു ചിഹ്നം ചേർത്താൽ എങ്ങനെ ഉച്ചരിക്കാം? സൗ. ലാ വരച്ച് ലായുടെ അടുത്ത് ഈ ഒരു ചിഹ്നം ചേർത്താൽ എങ്ങനെ ഉച്ചരിക്കാം? ലൗ. കാ എഴുതിയ ശേഷം കായുടെ അടുത്ത് ഔവിന്റെ ചിഹ്നം ചേർത്ത് കഴിഞ്ഞാൽ കായെ എങ്ങനെ ഔ ചേർത്ത് ഉച്ചരിക്കാം? കൗ. കൗ. ചായ എഴുതിയ ശേഷം ചായയുടെ തൊട്ടടുത്ത് ഔവിന്റെ ഈ ഒരു ചിഹ്നം ചേർത്താൽ എങ്ങനെ ഉച്ചരിക്കാം? ചായെ ഔ ചേർത്ത് ചൗ എന്ന് ഉച്ചരിക്കാം. താ വരച്ച് ഔവിന്റെ ചിഹ്നം വരച്ചാൽ എങ്ങനെ ഉച്ചരിക്കാം? തൗ. തൗ. രാ വരച്ച് രായുടെ അടുത്ത് ഔവിന്റെ ചിഹ്നം വരച്ചാലോ? രൗ. അപ്പൊ നമ്മൾ ഇന്ന് ഔ എന്നതിന്റെ ചിഹ്നമാണ് പഠിച്ചത്. ഔ എന്നതിന്റെ ചിഹ്നത്തിനായിട്ട് ഓയുടെ അടുത്ത് നമ്മൾ എഴുതിയ അതേ ചിഹ്നം തന്നെ ഏത് അക്ഷരമാണോ ഔ ചേർത്ത് ഉച്ചരിക്കേണ്ടത് ആ അക്ഷരത്തോടു കൂടെ ചേർത്താൽ മതി. ഇപ്പൊ തായുടെ കൂടെ ഔ എന്ന ചിഹ്നം ചേർത്തപ്പോൾ തൗ എന്ന് ഉച്ചരിച്ചു. പായുടെ കൂടെ ഔവിൻ എന്ന ചിഹ്നം ചേർത്തപ്പോൾ പൗ എന്ന് ഉച്ചരിച്ചു. ടായുടെ കൂടെ ആവുമ്പോൾ ടൗ. മായുടെ കൂടെ മൗ. സായുടെ കൂടെ ഔ എന്ന ശബ്ദം ചേർന്ന് വരുമ്പോൾ സൗ. ലായുടെ കൂടെ ഔ എന്ന ശബ്ദം ചേർന്ന് വരുമ്പോൾ ലൗ. കായുടെ കൂടെ ഔ എന്ന ശബ്ദം ചേർന്ന് വരുമ്പോൾ കൗ. ചായുടെ കൂടെ ഔ എന്ന ശബ്ദം ചേർന്ന് വരുമ്പോൾ ചൗ. തായുടെ കൂടെ ഔ എന്ന ശബ്ദം ചേർന്ന് വരുമ്പോൾ തൗ. രായുടെ കൂടെ ഔ എന്ന ചിഹ്നം ചേർന്ന് വരുമ്പോൾ രൗ. ഔ എന്ന ചിഹ്നം വരുന്ന ഈ അക്ഷരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് എഴുതി പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം മക്കളെ. നമസ്കാരം.